നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചൈനയിൽ കണ്ടെത്തിയ ഹ്യൂമൻ മെറ്റോന്യൂമോ വൈറസ് ബാധ ഇന്ത്യയിലും. ബംഗളൂരുവിൽ സ്വകാര്യ ആശുപത്രിയിൽ 8 മാസം പ്രായമുള്ള കുഞ്ഞിനാണ് വൈറസ് ബാധ കണ്ടെത്തിയിരിക്കുന്നത്. ബംഗളൂരു ബാപ്റ്റിസ്റ്റ് ആശുപത്രിയിലാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയിൽ ആശങ്ക പടരുന്നു. സർക്കാർ ലാബിൽ സാമ്പിൾ പരിശോധിച്ചിട്ടില്ലെന്നും എന്നാൽ സ്വകാര്യ ആശുപത്രിയുടെ കണ്ടെത്തലിൽ സംശയിക്കേണ്ട സാഹചര്യമില്ലെന്നും കർണാടക ആരോഗ്യവകുപ്പ് പറയുന്നു. കേരളത്തിനോട് ചേർന്ന് കർണാടകയിലെ ബംഗളൂരുവിലാണ് ഈ വൈറസ് ബാധ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ യാത്ര ചെയ്ത അനുഭവമൊന്നും ഈ പിഞ്ചു കുഞ്ഞുമായി ബന്ധപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ പലർക്കും ഒരുപക്ഷെ ഈ വൈറസ് ബാധ ഏറ്റിട്ടുണ്ടാവാം എന്ന സംശയം ബലപ്പെടുന്നു. പ്രായമായവരിലും കുട്ടികളിലും പ്രതിരോധ ശക്തി കുറഞ്ഞവരിലുമാണ് വൈറസ് ബാധ കടുത്തതാവുക. കോവിഡ് പോലെ ഇതിനും പ്രത്യേക വാക്സിനോ ചികിത്സാ രീതിയോ ഇപ്പോൾ നിലവിലില്ല. ന്യൂമോവെരിയുടെ ഗണത്തിൽപ്പെട്ട HMPV ആദ്യമായി സ്ഥിരീകരിച്ചത് 2001-ൽ. നെതർലൻഡ്സ്, ബ്രിട്ടൻ, ഫിൻലൻഡ്, ഓസ്ട്രേലിയ, കാനഡ, US, ചൈന എന്നിവിടങ്ങളിൽ 2023-ൽ HMPV കണ്ടെത്തിയിരുന്നു. US സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ പ്രകാരം സാധാരണയായി HMPVയുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ ചുമ, പനി, ജലദോഷം, ശ്വാസതടസ്സം എന്നിവയാണ്. 3 മുതൽ 5 ദിവസം വരെയാണ് ഇൻക്യുബേഷൻ കാലയളവ്. മാസ്ക് ധരിക്കുക, കൈകൾ ഇടയ്ക്കിടെ കഴുകുക, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നിവ മാത്രമാണ് ഇവയെ നേരിടാനുള്ള പോംവഴി. ചൈനയിൽ ആശങ്ക പടരുന്നുവെന്ന വാർത്തകൾ ഇക്കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. തുടർന്ന് നമ്മൾ കണ്ടത് ചൈനയിലെ ആശുപത്രികൾ നിറഞ്ഞു കവിയുന്ന രോഗികളുടെ ചിത്രങ്ങളും വീഡിയോകളുമൊക്കെയാണ്. ഓരോ മഹാമാരിക്ക് ശേഷവും അടുത്ത 5 വർഷത്തിന് ശേഷം മറ്റൊരു മഹാമാരി അത് പലപ്പോഴും ലോകത്തിൽ പ്രത്യക്ഷമാകുന്നു. കോവിഡ് മഹാമാരിക്ക് 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ചൈനയിൽ വീണ്ടും മറ്റൊരു വൈറസ് ബാധ ഇത്രയധികം വ്യാപിക്കുന്നത്. കോവിഡിന് സമാനമായ പനി പോലുള്ള ലക്ഷണങ്ങളാണ് HMPV ബാധിച്ചവരിലും കണ്ടുവരുന്നത്. നേരത്തെ കോവിഡ് ബാധിച്ച് വാക്സിനുകൾ സ്വീകരിച്ച പലർക്കും അതിന്റെ പാർശ്വഫലങ്ങൾ ഈ അടുത്ത കാലം വരെ പ്രത്യക്ഷമായിരുന്നു. ചൈനയിലെ ആശുപത്രികളും ശ്മശാനങ്ങളും ഒക്കെ നിറഞ്ഞു കവിഞ്ഞ വാർത്ത നമ്മളിൽ ആശങ്ക പടർത്തിയിരുന്നു. എന്നാൽ ആ വൈറസ് ബാധ ഇന്ത്യയിലുമെത്തി എന്നറിയുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും അടച്ചുപൂട്ടപ്പെട്ട ആ പഴയ കോവിഡ് കാലത്തിലേക്ക് നമ്മൾ മടങ്ങുമോ എന്ന ഭയമാണ് പൊതുവെ ജനങ്ങളിൽ. ചൈനീസ് ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്നും പകർച്ചവ്യാധിയുടെ പല വശങ്ങളും ഇപ്പോഴും വ്യക്തമല്ല എന്നുമാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ട റിപ്പോർട്ടുകൾ. ചൈനയിൽ കുട്ടികൾക്കിടയിൽ ന്യൂമോണിയ പടരുന്നതും ഈ കഴിഞ്ഞ ദിവസം വലിയ വാർത്തയായിരുന്നു. ന്യൂമോവിരിയുടെ കുടുംബത്തിലെ മെറ്റാന്യൂമോ വൈറസ് വർഗത്തിൽപ്പെട്ട ഒരു വൈറസാണിത്. ശ്വാസകോശ അണുബാധയുള്ള കുട്ടികളിൽ നിന്നുള്ള സാമ്പിളുകൾ പഠിക്കുന്നതിനിടെ 2001-ൽ ഡച്ച് ഗവേഷകരാണ് ഇതാദ്യമായി കണ്ടെത്തിയത്. പ്രായമായവരും കുട്ടികളും പ്രതിരോധ ശക്തി കുറഞ്ഞവരുമാണ് അപകട സാധ്യതാ വിഭാഗത്തിലുള്ളത്. ചൈനയിലുടനീളം HMPV കേസുകൾ വർദ്ധിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. വൈറസ് ബാധിച്ചവരിൽ ഏറെപ്പേരും രോഗം തിരിച്ചറിയുന്നില്ലെന്നും ടെസ്റ്റുകൾ ചെയ്യുന്നില്ലെന്നും ആരോഗ്യ വിദഗ്ധർ പറഞ്ഞിരുന്നു. ചൈനയിൽ അതിവേഗം പടരുന്ന HMPV വൈറസ് ബാധയിൽ ഇന്ത്യയിൽ ആശങ്ക വേണ്ട എന്ന് നേരത്തെ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയിൽ HMPV കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതായിരുന്നു ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഇത്തരമൊരു വിശദീകരണത്തിന് പിന്നിൽ. എന്നാൽ ഇപ്പോൾ ബംഗളൂരുവിൽ ഈ വൈറസ് ബാധ കണ്ടെത്തിയതിന് തൊട്ടു പിന്നാലെ കേന്ദ്രം തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ജലദോഷത്തിന് കാരണമാകുന്ന ഒരു സാധാരണ ശ്വസന പ്രശ്നം എന്ന നിലയ്ക്കാണ് ചൈന ഈ അസുഖത്തെ ഇപ്പോൾ കൈകാര്യം ചെയ്തത്. അതിനോട് ചേർന്നായിരുന്നു ഇന്ത്യയുടെ പ്രതികരണവും. ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്കെതിരെ സാധാരണ എടുക്കാറുള്ള പൊതുവായ മുൻകരുതലുകൾ സ്വീകരിക്കാൻ നേരത്തെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറഞ്ഞത്. ഇന്ത്യയിൽ ശ്വാസകോശ സംബന്ധമായ പകർച്ചവ്യാധികളുടെ ഡേറ്റ തങ്ങൾ വിശകലനം ചെയ്തിട്ടുണ്ട്. 2024 ഡിസംബറിലെ ഡേറ്റയിൽ കാര്യമായ വർധനവുണ്ടായിട്ടില്ല. തങ്ങളുടെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്ന് വലിയ അളവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളൊന്നും ഇപ്പോൾ മുന്നിലില്ല എന്നായിരുന്നു ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയത്. ശൈത്യകാലത്ത് ശ്വാസകോശ സംബന്ധമായ വൈറസ് അണുബാധകൾ കൂടുതലായി ഉണ്ടാകാറുണ്ട് എന്ന് കേന്ദ്ര സർക്കാരും വ്യക്തമാക്കിയിരുന്നു. HMPV വൈറസ് ബാധയിൽ ചൈനീസ് സർക്കാരിന്റെ പ്രതികരണവും ഇത്തരത്തിലുള്ളതായിരുന്നു. വൈറസ് പടരുന്നതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെ ചൈന നിഷേധിച്ചിരുന്നു. മുൻ വർഷത്തെ അപേക്ഷിച്ച് അണുബാധ കുറവാണെന്നും അധികൃതർ അവകാശപ്പെട്ടിരുന്നു. ചൈനയിലേക്ക് യാത്ര ചെയ്യാൻ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ചൈന പറഞ്ഞത്. ചൈനയിൽ രോഗബാധ വർദ്ധിക്കുന്നതായി
ലോകാരോഗ്യ സംഘടനയും വ്യക്തമാക്കിയില്ല. ഏതെങ്കിലും തരത്തിൽ ചൈനയിൽ രോഗബാധ വർദ്ധിക്കുന്നതായി ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നാൽ അത് രാജ്യത്തിന്റെ വളർച്ചയെ ബാധിക്കുമെന്ന് ചൈനയ്ക്ക് വ്യക്തമായി അറിയാം. ഡിസംബർ 2ാം വാരം സ്പെയിനിൽ നിന്നുള്ള ലാ വഗ്വാർഡിയ എന്ന ദിനപത്രത്തിൽ വിശദമായ റിപ്പോർട്ട് വന്നിരുന്നു. അടുത്തൊരു മഹാമാരി പൊട്ടിപ്പുറപ്പെടുക അമേരിക്കയിൽ നിന്നായേക്കാമെന്നായിരുന്നു വിദഗ്ധർ ഈ റിപ്പോർട്ടിൽ പറഞ്ഞത്. H5N1 അഥവാ പക്ഷിപ്പനിക്ക് ജനിതക വ്യതിയാനം സംഭവിക്കുന്നത് തുടരുമെന്നും അമേരിക്കയിലുടനീളം ഇത് പടരുമെന്നും ഇത് ഭാവിയിൽ മറ്റൊരു മഹാമാരിക്ക് കാരണമായേക്കാമെന്നുമാണ് റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നത്. പക്ഷികളിൽ കടുത്ത ശ്വാസകോശ സംബന്ധമായ രോഗത്തിനിടയാക്കുന്ന പകർച്ചവ്യാധിയാണ് ഏവിയൻ ഇൻഫ്ലുവൻസ അഥവാ പക്ഷിപ്പനി. ഇതൊരുതരം ഇൻഫ്ലുവൻസ വൈറസാണ്. പക്ഷികളിൽ നിന്ന് പക്ഷികളിലേക്ക് വൈറസ് പകരുന്നത് അവയുടെ സ്രവങ്ങൾ വഴി. പക്ഷികളിൽ നിന്നും മനുഷ്യരിലേക്ക് ചില സാഹചര്യങ്ങളിൽ ഈ രോഗം പടരാറുണ്ട്. എന്നാൽ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യത കുറവാണ്. രോഗം ബാധിച്ച മനുഷ്യരിൽ മരണനിരക്ക് 60%. അതാണ് കൂടുതൽ ഭയപ്പെടേണ്ട സാഹചര്യം. ഇതിന്റെ മറ്റൊരു തലത്തിലുള്ള മുൻകരുതൽ നിർദ്ദേശമായിരുന്നു അന്ന് ആരോഗ്യ വിദഗ്ധർ ലോകത്തിന് നൽകിയത്. വന്യമൃഗങ്ങളിൽ നിന്ന് വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളിലേക്ക് വൈറസ് പകരാനുള്ള സാധ്യത വർദ്ധിക്കുമെന്നും ഇതുവഴി മനുഷ്യരിൽ രോഗവ്യാപനമുണ്ടാകുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്കയിലെ പക്ഷിപ്പനി വ്യാപനം ആശങ്കപ്പെടുത്തുന്നതാണ് എന്ന് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ടെഡ്രോസ് അഥനോം ഗബ്രിയേസ് അന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷിപ്പനിയെ മനുഷ്യരിലേക്ക് പടരാനുള്ള സാധ്യത കുറയ്ക്കുന്നത് വൈറസിന്റെ സ്വഭാവം ഉൾപ്പെടെയുള്ള ഘടകങ്ങളാണ്. എന്നാൽ അമേരിക്കയിലെ പശുക്കൾക്കിടയിൽ വ്യാപിക്കുന്ന പക്ഷിപ്പനിക്ക് ഒരു ജനിതക വ്യതിയാനം കൂടി സംഭവിച്ചാൽ എളുപ്പത്തിൽ അത് മനുഷ്യരിലേക്ക് പടരും. പക്ഷിപ്പനിയുടെ വാഹകർ പക്ഷികൾ മാത്രമല്ല, പൂച്ചകളിലൂടെയും മറ്റ് വളർത്തുമൃഗങ്ങളിലൂടെയും രോഗം മനുഷ്യരിലേക്ക് പടരുമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2013 സമാനമായ ഒരു മഹാമാരി മുന്നറിയിപ്പ് ലോകത്തിന് മുന്നിലെത്തിയിരുന്നു. ഡിസീസ് എക്സ് എന്ന് സൂചിപ്പിക്കുന്ന മഹാമാരിയെക്കുറിച്ച്. എപ്പോൾ വേണമെങ്കിലും ഒരു മഹാമാരി അതിനിയും ലോകത്തെ വിഴുങ്ങാം എന്നാണ് ഇത്തരം മുന്നറിയിപ്പ് സൂചനകൾ നമ്മോട് പറയുന്നത്. എല്ലാത്തരം അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനും പ്രതികരിക്കാനും കഴിയുന്ന ഫലപ്രദമായ ആഗോള സംവിധാനങ്ങളുടെ ആവശ്യകതയാണ് ഇതൊക്കെ ചൂണ്ടിപ്പറയുന്നത്. കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ അടുത്ത മഹാമാരിയെ നേരിടാൻ ലോകം തയ്യാറായിരിക്കണം. ഭാവിയിലെ ആരോഗ്യ പ്രതിസന്ധികളുടെ വിനാശകരമായ ആഘാതം ലഘൂകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പ്, ശക്തമായ ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങൾ, സഹകരണം എന്നിവയുടെ പ്രാധാന്യത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് COVID-19 നിന്ന് പഠിച്ച പാഠങ്ങളെന്ന് ലോകാരോഗ്യ സംഘടനയും ലോകത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ലോക സമ്പദ് വ്യവസ്ഥയെ മാന്ദ്യത്തിലേക്ക് തള്ളിയിട്ട COVID-19 അതുണ്ടാക്കിയ പ്രത്യാഘാതം ഇതുവരെ ലോകത്തു നിന്ന് മാറിയിട്ടില്ല. അതിനിടയിലാണ് HMPV വൈറസ് പോലുള്ള പുതിയ ഒട്ടനവധി ഭീഷണികൾ. ഇന്ത്യയിൽ ഈ രോഗം പടർന്നു പിടിച്ചാൽ അതിനെ നിയന്ത്രിക്കുക അത് ഏറ്റവും ബുദ്ധിമുട്ടേറിയ യജ്ഞമാണ് എന്ന് ആരോഗ്യ വിദഗ്ധർ തന്നെ അടക്കം പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.